ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിൽ ജോലിയൊക്കെ എളുപ്പമാക്കാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ ചെയ്യലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ബോക്സ് മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇതേപോലെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലെയൊക്കെ കുക്ക് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ രാത്രി ടൈമുള്ളപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കിച്ചണിൽ ജോലിയൊക്കെ ഒരുവിധം നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതേപോലെ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അനാർ ഇതേപോലെ ഞാൻ തട്ടി ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് ദിവസത്തേക്കൊന്നുമല്ല കേട്ടോ. ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം തീരും കേട്ടോ. 4 ദിവസത്തേക്ക് ചെയ്തിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ അതേപോലെ വെജിറ്റബിൾസൊക്കെ അതേപോലെ ചെയ്ത് വെക്കും. പിന്നെ മുളക് ഇതേപോലെ ഞാൻ ആക്കി വെച്ചാൽ നല്ലൊരു യൂസ്ഫുള്ളാട്ടോ നിങ്ങൾക്ക്. എന്താ വെച്ചാൽ മുളക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമല്ലേ. പിന്നെ അതാ ചീര, ഇതൊക്കെ ഞാൻ ഒരു ദിവസത്തേക്കിന് കട്ട് ചെയ്യാം കേട്ടോ. ചീര പിറ്റേന്ന് തന്നെ എടുക്കും. പിന്നെ ഇതേപോലെ ക്യാരറ്റ് ഇങ്ങനെ പീൽ ചെയ്ത് വെക്കും. പിന്നെ ഇതേപോലെ ഇതാ ഫിഷൊക്കെ ഇങ്ങനെ മുളക് പൊടിയും പിന്നെ കായം തേച്ചിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോഴൊക്കെ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ചിക്കന് ഉപ്പും മുളകും വിനാഗിരി ഇട്ടിട്ട് ഇങ്ങനെ വെക്കും. മുളക് പൊടി ഇടൂല കേട്ടോ. ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ അടച്ച് വെക്കും. പിന്നെ ഇത് സോയാബീൻ കേട്ടോ. അതൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ആക്കി വെക്കുന്ന കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതി, ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ കയ്പ്പ് അതേപോലെ ഞാൻ മഞ്ഞളും ഉപ്പും തേച്ചിട്ട് ഇങ്ങനെ വെക്കും. അതും സ്കൂളിലേക്ക് തന്നെ കേട്ടോ. അപ്പം ഇങ്ങനത്തെ ബോക്സസ് ആകുമ്പോൾ നല്ല എളുപ്പമാട്ടോ. ഇങ്ങനെ നമുക്ക് അടക്കി വെക്കാൻ പറ്റും. ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ വെച്ചാൽ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഞാൻ വെക്കല കേട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ ഇതൊക്കെ ഫ്രഷ് റൂമിലാണ് വെക്കുക. മീനും ചിക്കനും ഒക്കെ ഫ്രഷ് റൂമിൽ വെക്കും. എനിക്കിങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പം നല്ലൊരു ഇതുണ്ട് കേട്ടോ. ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. ഒന്നാമത് ഞാൻ കേക്ക് ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ കേക്ക് ഓർഡേഴ്സൊക്കെ രാവിലെ പെട്ടെന്ന് വരും. പിന്നെ ഈവനിങ് കൊടുക്കാനുണ്ടാവും. അപ്പം പിന്നെ കിച്ചണിലെ ജോലിയും കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പം നമുക്ക് നല്ല എളുപ്പമാട്ടോ. നമുക്കിപ്പം കേക്കൊക്കെ പെട്ടെന്ന് ഓർഡർ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ബോക്സിലാക്കിയിട്ട് നമുക്ക് കറികളിലൊക്കെ ഓരോ പിന്നെ ബോട്ടിലായിട്ട് എടുക്കണ്ടല്ലോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ കുപ്പിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറേ മുളക് പൊടി ആവും. അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ റാക്കൊക്കെ വൃത്തികേടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പമാണ്. പിന്നെ ഞാനൊരു ഇതേപോലെ ടവല് മേടിച്ചിട്ടുണ്ട്. അത് നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. ഇത് ബീഗോന്ന് വാങ്ങിയത് ബാംബൂന്ന് ഉണ്ടാക്കുന്ന ഒരു ടവലാണ് കേട്ടോ. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇതിന് 200 സംതിങ് എന്നിട്ടേ ഉള്ളൂ റേറ്റ്. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. അതേപോലെ സ്ലാബൊക്കെ തുടച്ചെടുക്കാൻ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. പിന്നെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവില്ല നമ്മൾ തുണി അതുപോലെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനെ കൊണ്ടൊരു വേറെ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പം നമുക്ക് പാലറ്റ് നൈഫൊക്കെ ക്രീമൊക്കെ തുടച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതേപോലെ എന്നിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം. മറ്റേ ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ പേപ്പേഴ്സ് ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ അലക്കിയിട്ട് റീയൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.